മിക്ക നഗരങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ് കൊതുകുകളുടെ ശല്യം. ചെറിയ ജീവികളാണെങ്കിലും കൊതുകുകൾ മനുഷ്യർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രാത്രി ഉറക്കം തടസ്സപ്പെടുത്തുന്നത് മുതൽ പലവിധ വൈറൽ രോഗങ്ങൾക്ക് വരെ കൊതുകുകൾ കാരണമാകാറുണ്ട്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് കൊതുകുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൊതുക് ഫാക്ടറിയെ കുറിച്ചാണ്. ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും. ബ്രസീലിലെ സാവോപോളോ സംസ്ഥാനത്തെ കാമ്പിനാസ് എന്ന നഗരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊതുക് ഫാക്ടറി. ഏകദേശം 1300 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഒരു കെട്ടിടമാണിത്. എല്ലാ ആഴ്ചയും 190 ദശലക്ഷം കൊതുകുകളെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. വേൾഡ് മൊസ്കിറ്റോ പ്രോഗ്രാം പദ്ധതി പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഫാക്ടറിയിൽ എല്ലാ ആഴ്ചയും 190 ദശലക്ഷം ഈഡിസ് ഈജിപ്തി കൊതുകുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. ഇനി എന്തുകൊണ്ടാണ് ബ്രസീൽ കൊതുകുകളെ വളർത്താൻ ഒരു ഫാക്ടറി തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. 2024 രാജ്യത്തൊട്ടാകെയുള്ള ഡെങ്കിപ്പനി വ്യാപനം തന്നെയാണ് കാരണം. ലോകത്തിലെ മൊത്തം ഡെങ്കിപ്പനി അണുബാധകളുടെ 80% ബ്രസീലിലാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് വളരെ ഉയർന്ന ഡെങ്കിപ്പനി കേസുകൾ ഉണ്ടാവുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതോടെ ഈ അപകടത്തെ ചെറുക്കാൻ ബ്രസീൽ അസാധാരണവും എന്നാൽ ഫലപ്രദവുമായ ഒരു രീതി ഉപയോഗിക്കാൻ തുടങ്ങി. കൊതുകുകളുടെ ജീവശാസ്ത്രം മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ പിന്നിലെ രഹസ്യം. ഇതിനായി വോൾബാച്ചിയ രീതിയാണ് ഫാക്ടറി ഉപയോഗിക്കുന്നത്. ഡെങ്കിപ്പനിയെ ചെറുക്കാൻ ഗവേഷകർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വോൾബാച്ചിയ. കൊതുകുകളുടെ വളർച്ചയ്ക്കിടെ വോൾബാച്ചിയ എന്ന പ്രകൃതിദത്ത ബാക്ടീരിയ അവയെ ബാധിക്കുന്നു. ഡെങ്കിപ്പനി, സിക്ക, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ കൊതുകുകൾ പരത്തുന്നത് വോൾബാച്ചിയ ബാക്ടീരിയ തടയുന്നു. ഈ ബാക്ടീരിയ കൊതുകിന് ദോഷകരമല്ല, പക്ഷെ ഡെങ്കി വൈറസ് അതിന്റെ ശരീരത്തിനുള്ളിൽ വളരുന്നത് ഇവ തടയും. ഇതോടെ വോൾബാച്ചിയ വാഹകരായ കൊതുകുകൾ മനുഷ്യരെ കടിച്ചാലും അവയ്ക്ക് ഡെങ്കി വൈറസ് പരത്താൻ കഴിയില്ല. കാലക്രമേണ ഈ കൊതുകുകൾ സ്വാഭാവിക കൊതുകുകളുമായി കൂടിച്ചേരുകയും ഡെങ്കിപ്പനി പരത്താൻ കഴിയുന്ന കൊതുകുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ രീതിയുടെ അവസാന ഘട്ടം പ്രത്യേകം വളർത്തിയ കൊതുകുകളെ തുറസായ സ്ഥലത്തേക്ക് തുറന്നുവിടുക എന്നതാണ്. വോൾബാച്ചിയ വഹിക്കുന്ന കൊതുകുകൾ സാധാരണ കാട്ടുകൊതുകുകളുമായി ഇണചേരുമ്പോൾ ബാക്ടീരിയകൾ അവയുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. പിന്നീട് അവയ്ക്ക് ഡെങ്കിപ്പനി പടർത്താൻ കഴിയില്ല. ഇത് അണുബാധ നിരക്ക് ശാശ്വതമായി കുറയ്ക്കാനും സഹായിക്കുന്നു. ഫാക്ടറിക്കുള്ളിൽ കൊതുകിന്റെ ലാർവകളെ നിയന്ത്രിത താപനില സാഹചര്യങ്ങളിലാണ് വളർത്തുന്നത്. അവ മുതിർന്നതിനു ശേഷം അവയെ കൂടുകളിൽ സൂക്ഷിക്കുന്നു. ആൺകൊതുകുകൾക്ക് പഞ്ചസാര ലായനി നൽകുമ്പോൾ പെൺകൊതുകുകൾക്ക് മനുഷ്യന്റെ ചർമ്മം പോലെ തോന്നിക്കുന്ന ബാഗുകളിലൂടെ മൃഗങ്ങളുടെ രക്തമാണ് നൽകുക. കൊതുകുകൾ ഏകദേശം 4 ആഴ്ച ഈ കൂടുകളിൽ തങ്ങി നിൽക്കുന്നു. അതിനുശേഷം അവയുടെ മുട്ടകൾ ശേഖരിച്ച് പരിസ്ഥിതിയിലേക്ക് വിടാൻ സജ്ജമാക്കും. ഇന്തോനേഷ്യ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വോൾബാച്ചിയ രീതി ഇതിനകം തന്നെ വിജയകരമായിരുന്നു. ഈ രീതി അവിടെ ഡെങ്കിപ്പനി കേസുകൾ ഏകദേശം 70% കുറയ്ക്കാനും സഹായിച്ചിരുന്നു.